ശാലോം ടെലിവിഷനിലൂടെ എല്ലാ ആഴ്ചയിലും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഡെയിലി മിറർ എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ ഈ പരിപാടിയിലൂടെയുള്ള പരിചിന്തനങ്ങൾ അനുദിന ജീവിതത്തിൽ നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ എനിക്കത് വലിയ ചാരിതാർത്ഥ്യം നൽകുന്നു. കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കാം, പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ പലയിടത്തും പ്രശ്നങ്ങളുണ്ടാകുന്നു. അതേസമയം ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒരല്പം കൂടി അവധാനതയോടുകൂടി ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഏറെ ധന്യമാകും. ഇന്ന് ക്രൈസ്തവരെന്ന നിലയിൽ നമുക്ക് കർത്താവ് നൽകുന്ന വലിയ ഒരു ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ അവസാനമായിട്ട് കർത്താവ് പറഞ്ഞു വയ്ക്കുന്ന ചില കാര്യങ്ങൾ. തൻ്റെ ഉദ്ധാനമെല്ലാം കഴിഞ്ഞു സ്വർഗാരോഹണത്തിന് മുമ്പായിട്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ ഞാൻ എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. ഇവിടെ 2-3 കാര്യങ്ങളാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമുക്കൊരു ദൗത്യം തന്നിട്ട് പോവുകയാണ്. 2-ാം വത്തിക്കാൻ സുനോദോസ് പറയുന്നത് സഭ പ്രകൃതിയാൽ തന്നെ പ്രേഷിതയാണെന്നാണ്. പ്രേഷിത, പ്രകൃതിയാൽ തന്നെ. അതായത് ഈ പ്രേഷിതത്വം എന്നുള്ളത് സഭയുടെ പ്രകൃതിയിൽപ്പെടുന്നതാണ്. സഭ എന്താണ്? അത് നമ്മളാണ്. സഭ എന്ന് പറയുന്നത് ഏതാനും വൈദികർ മാത്രമോ മെത്രാന്മാരോ സന്യസ്തരോ മാത്രമൊന്നുമല്ല. അവരൊക്കെ അതിനെ നയിക്കുന്നവരാണ്. സഭ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടി ചേർന്ന ആ സമൂഹവും അതിൻ്റെ ജീവിതശൈലികളുമാണ് സഭ എന്ന് പറയുന്നത്. ഈ സഭയെയാണ് പ്രേക്ഷിത എന്ന് വിളിക്കുന്നത്. പ്രേക്ഷിത എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുവാനുള്ള ദൗത്യം, ഉത്തരവാദിത്വം സ്വീകരിച്ചവർ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും, ജ്ഞാനസ്നാനം സ്വീകരിച്ച ഓരോരുത്തരും ഇപ്രകാരം ഈ പ്രേക്ഷിതരായിട്ട് പ്രവർത്തിക്കാൻ കടമയുള്ളവരാണ്. ഈ കടമയെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് പറയുന്നത്, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. എങ്ങനെയാണ് ശിഷ്യപ്പെടുത്തുന്നത്? ശിഷ്യപ്പെടുത്തുന്നത് ബലം പ്രയോഗിച്ചല്ല. ശിഷ്യന്മാർ, നമുക്കറിയാം, നമ്മുടെ ഭാരതീയ ആചാരമനുസരിച്ച് ഗുരുവിൻ്റെ പാദങ്ങളിൽ ശിഷ്യൻ വന്ന് ദക്ഷിണയർപ്പിച്ച് ശിഷ്യത്വം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അങ്ങോട്ട് നിർബന്ധിച്ച് ശിഷ്യത്വം കൊടുക്കുകയല്ല. അപ്പോൾ എല്ലാവരെയും ശിഷ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധിച്ച് ശിഷ്യരാക്കുക എന്നുള്ളതല്ല. അതിലുപരിയായിട്ട് ഈ ഗുരുവിലേക്ക് വരുവാനുള്ള മാർഗങ്ങളായിട്ട് വർത്തിക്കുക. നമ്മൾ ഈ ഗുരുവിലേക്ക് മറ്റുള്ളവർക്ക് വരാനുള്ള, ശിഷ്യത്വം തേടി വരാനുള്ള മാർഗങ്ങളായി ഭവിക്കുക. അങ്ങനെ നമ്മൾ ശിഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഗുരുവിലേക്ക് മറ്റുള്ളവർ കടന്നു വരാനുള്ള മാർഗങ്ങളാകണമെങ്കിൽ നമ്മൾ ആ ഗുരുവിനെ പോലെ ആയേ മതിയാകൂ. ഈ ഗുരുവിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? വിശുദ്ധ പൗലോസ്ലീഹ പറയും, ഇത് സഭ തന്നെയാണ്. കർത്താവ് സഭ തന്നെയാണ്. സഭ കർത്താവിൻ്റെ ഭൗതിക ശരീരമാണ്. അവിടുന്ന് അതിൻ്റെ ശിരസ്സാണ്, നമ്മളതിൻ്റെ അവയവങ്ങളാണ്.
അപ്പോൾ എല്ലാവരെയും ശിഷ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഈ സഭയുടെ കൂട്ടായ്മയിലേക്ക് വരത്തക്ക രീതിയിൽ അതിനുള്ള മാർഗമായിട്ട്, മാധ്യമമായിട്ട് നമ്മൾ ഓരോരുത്തരും ഭവിക്കുക. അങ്ങനെയാണ് നമ്മൾ പ്രേക്ഷിതരാകുന്നത്. അങ്ങനെ ആ മാർഗമാകാൻ, മാധ്യമമാകാൻ ഉള്ള വിളി നമ്മളുടെ ക്രൈസ്തവ അസ്തിത്വത്തിൻ്റെ ഭാഗം തന്നെയാണ്, അതിൻ്റെ പ്രകൃതി തന്നെയാണ്. അതല്ലാതെ ഒരു ക്രൈസ്തവ അസ്തിത്വം ഇല്ല. നമ്മൾ ഇപ്രകാരം യേശുവിലേക്ക്, യേശുവിൻ്റെ സമൂഹത്തിലേക്ക് മറ്റുള്ളവർ കടന്നു വരുവാനുള്ള ആ ഒരു ദൗത്യം, അല്ലെങ്കിൽ കൊണ്ടുവരാനുള്ള ദൗത്യം ഏതാനും പേരെ മാത്രം ഏൽപ്പിച്ചിരിക്കാൻ പറ്റില്ല. നമ്മളെല്ലാവരും ഇതിൽ പങ്കാളിയായേ മതിയാകൂ. അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത എന്താണ്? എങ്ങനെയാണ് ഇവരിതിലേക്ക് കടന്നു വരാനുള്ള മാധ്യമങ്ങളായി നമ്മളായിത്തീരേണ്ടത്, വർത്തിക്കേണ്ടത്? അതിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ല, നമ്മുടെ ജീവിതത്തിലൂടെയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് ഒരു സംഭവം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യകാല സുഹൃത്തായിരുന്ന ബ്രദർ ലിയോ, ഇവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ഒരിക്കൽ പട്ടണത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ലിയോയോട് ഫ്രാൻസിസ് പറഞ്ഞു, നമുക്ക് പോകാം, കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ പോവുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ പോയി നേരം വെളുത്തപ്പോൾ മുതൽ വൈകുന്നേരം വരെ അവരിങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നു. ആരോടൊന്നും പറഞ്ഞില്ല. തിരിച്ച് അവരുടെ ആശ്രമത്തിൽ വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ലിയോ ഫ്രാൻസിസിനോട് ചോദിച്ചു, അല്ല ഫ്രാൻസിസ്, നമ്മൾ പോയത് സുവിശേഷം പ്രസംഗിക്കാനല്ലേ? നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ, ഒന്നും പ്രസംഗിച്ചുമില്ല. അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു, അങ്ങനെയല്ല, നമ്മൾ പ്രസംഗിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അത്യാവശ്യമുള്ളിടത്ത് മാത്രം വാക്കുകൾ ഉച്ചരിച്ചാൽ മതി. അത്യാവശ്യമുള്ളിടത്ത് മാത്രം വാക്കുകൾ ഉച്ചരിച്ചാൽ മതി. ബാക്കിയോ നമ്മുടെ മാതൃകയാണ്. അങ്ങനെയാണ് നമ്മൾ മാധ്യമങ്ങളായി തീരേണ്ടത്. അതിലൂടെ മറ്റുള്ളവർ ക്രിസ്തുവിലേക്ക്, ക്രിസ്തുവിൻ്റെ സഭാസമൂഹത്തിലേക്ക് ആകർഷിക്കപ്പെടും. അങ്ങനെ നമ്മളതിനുള്ള മാധ്യമങ്ങളായി തീരുക. അങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ ശിഷ്യപ്പെടുത്താനായിട്ട് ഉള്ള കടമ നിർവഹിക്കേണ്ടത്. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വിസ്മരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ജ്ഞാനസ്നാനം, ആ വെള്ളം തലയിലൊഴിക്കുന്നതിനെക്കുറിച്ച് മാത്രമാണോ ഈ പറയുന്നത്? ജ്ഞാനത്തിലുള്ള സ്നാനം കൊടുക്കുക, ജ്ഞാനത്തിലുള്ള സ്നാനം കൊടുക്കുക. എന്താ ജ്ഞാനം എന്ന് പറയുന്നത്? അത് നിത്യജീവനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം. കർത്താവ് പറയും, സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നുള്ളതാണ് നിത്യജീവൻ. ആ അറിവിലാണ് നമ്മൾ മറ്റുള്ളവർക്ക് സ്നാനം കൊടുക്കേണ്ടത്. കേവലം ഒരു കപ്പ് വെള്ളം കോരി ഒഴിക്കുന്നതിലല്ല. ഒരുപക്ഷെ ചരിത്രത്തിൽ ഒരുപാട് പേര് ഇതിനെ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. ഈ ജ്ഞാനസ്നാനം എന്ന് പറയുന്നത് ഒരു അനുഷ്ഠാനമായിട്ട്, ഒരു കൃത്യമായിട്ട് അധപ്പതിച്ച് പോയി കാണാം. അതിൻ്റെ ഫലം നമ്മളിപ്പോൾ അനുഭവിക്കുന്നുമുണ്ട്. ബോധ്യം കൂടാതെ ഈ സ്നാനം സ്വീകരിച്ചവർ കേവലം ഒരു ചടങ്ങായിട്ട് അതിനെ സ്വീകരിച്ചവർ. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട സ്നാനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ അറിവിലാണ്, ജ്ഞാനത്തിലാണ്. സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക. ആ അറിവിൽ നമ്മൾ സ്നാനം കൊടുക്കണം. അപ്പോൾ ഈ അറിയുക എന്ന് പറയുന്നത് എന്താണ്? അറിയുക എന്ന് പറഞ്ഞാൽ കേവലം പേരും വീട്ടുപേരും അറിയുക എന്നുള്ളതല്ല. അതൊരു അനുഭവ തലത്തിലുള്ള അറിവാണ്. അനുഭവ തലത്തിലുള്ള അറിവ്. എനിക്കെൻ്റെ പിതാവിനെ, എൻ്റെ അപ്പനെ അറിയാമെന്ന് പറഞ്ഞാൽ അപ്പൻ്റെ പേരും വീട്ടുപേരും അറിയാമെന്നല്ല അർത്ഥം. അതിലുപരിയായിട്ട് അപ്പൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം, അപ്പനെ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാം, അപ്പനെ എങ്ങനെ എന്നെ സ്നേഹിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അപ്പനെ ഞാനൊരു അനുഭവ തലത്തിൽ അറിയുന്നതിനെയാണ് അറിവെന്നവിടെ വിളിക്കുന്നത്. അങ്ങനെ ഈ ജ്ഞാന സ്നാനം, ഈ അറിവ് എന്ന് പറയുന്നത് ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. ദൈവത്തെ അറിയുക എന്നുള്ള അതിലുള്ള സ്നാനം, ആ അറിവിലാണ് സ്നാനം കൊടുക്കേണ്ടത്.
അതിനെ തന്നെയാണ് നിത്യജീവനെന്ന് യോഹന്നാൻ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സ്നാനം കൊടുക്കുക. നമ്മൾ ഓർക്കുക, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന സ്നാനം എന്താണ്? കേവലം ഒരു വെള്ളം കൊണ്ടുള്ളൊരു സ്നാനം കൊടുത്താൽ മതിയോ? പലപ്പോഴും നമ്മൾ അത്രയേ കൊടുക്കുന്നുള്ളൂ. നമ്മുടെ ജ്ഞാനസ്നാനങ്ങളൊക്കെ വലിയ ആഘോഷമാക്കി മാറ്റുന്നു. പക്ഷേ ഈ കുഞ്ഞിന് യഥാർത്ഥത്തിൽ ആ ജ്ഞാനത്തിലുള്ള സ്നാനം കൊടുത്തോ? നമ്മൾ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഉണ്ട്. ഇന്നിപ്പോൾ പലപ്പോഴും തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ആക്കാത്തതിൻ്റെ പേരിലുള്ള വഴക്ക്, ചിലപ്പോൾ പള്ളിയിലൊന്നും അധികം പോകാത്തൊരു വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കാത്തൊരു വ്യക്തിയായിരിക്കാം. അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ തലതൊടാനായിട്ട് കൊണ്ടുവരും. അപ്പോൾ വികാരിച്ചും പറയും പറ്റിയല്ല, അത് വഴക്കാവും. അപ്പോൾ നമ്മൾ ഈ തലതൊടുക എന്നുള്ളത് കേവലം ഒരു ചടങ്ങിന് വേണ്ടി, ഒരു ബഹുമാനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാക്കി മാറ്റിയോ എന്ന് നമ്മൾ സംശയിക്കണം. നേരെ മറിച്ച് എന്തിനാണ് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും? ഈ ജ്ഞാനത്തിലുള്ള അറിവ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ നമുക്കറിയാം, തീർത്തും പ്രായം കുറഞ്ഞവരല്ല തലതൊടാൻ വരുന്നവർ. ഒരിക്കലും അങ്ങനെ സാധാരണ ഇത് വരാറില്ല. വരുന്നവർ മിക്കവാറും കുറച്ച് പ്രായമുള്ളവരാണ്. അതിനർത്ഥം എന്താണ്? ഈ തലതൊടാൻ വരുന്നവർക്ക് ഈ ജ്ഞാനത്തിൽ അതിനകത്ത് ആഴമുണ്ട് എന്നുള്ള ചിന്തയാണത്. അവരുടെ ജീവിതത്തിലൂടെ അവർ ഈ സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിഞ്ഞവരാണ്. ആ സങ്കല്പത്തിലാണ് അവർ ഈ കുഞ്ഞിന് തലതൊടാൻ വരുന്നത്. അതായത് ഈ കുഞ്ഞിനെ അതുപോലെ തന്നെ ആ സ്നാനത്തിൽ, ആ ജ്ഞാനത്തിൽ സ്നാനം കൊടുപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ഒരുപാട് ഇപ്പോൾ ദൂരെ പോയി എന്നുള്ളത് വസ്തുതയാണ്. നമ്മുടെ ജ്ഞാനസ്നാനങ്ങളെല്ലാം വെറുമൊരു ആഘോഷമായിട്ട്, ചടങ്ങായിട്ട് രൂപാന്തരപ്പെട്ടു. യഥാർത്ഥത്തിൽ നമ്മൾ ഈ കുഞ്ഞിന് ഏതെങ്കിലും തരത്തിലുള്ള ജ്ഞാനം കൊടുക്കുന്നുണ്ടോ? ഏത് ജ്ഞാനം? സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും തിരിച്ചറിയുക എന്നുള്ള കാര്യം. ആ അറിവിൽ നമ്മൾ സ്നാനപ്പെടുത്തുന്നുണ്ടോ? ചിന്തിച്ച് നോക്കേണ്ട കാര്യമാണത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട്, തുടർച്ചയായിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവേൻ. ഞാൻ കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവേൻ. അപ്പോൾ ഈ സ്നാനം കൊടുക്കേണ്ടത് എങ്ങനെയാണ്? കർത്താവ് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും അനുസരിക്കാൻ അവരെ പഠിപ്പിച്ചുകൊണ്ടാണ്. എങ്കിലേ ഈ സ്നാനത്തിന് അർത്ഥമുണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ അതൊരു ചടങ്ങായിട്ട് അവശേഷിച്ചു പോവുകയുള്ളൂ. നമുക്ക് കേവലം ആഘോഷിക്കാനുള്ള ഒരവസരമല്ല ജ്ഞാനസ്നാനം എന്ന് പറയുന്നത്. അതിപ്രകാരം ദൈവത്തെ തിരിച്ചറിയാനായിട്ട്, അനുഭവിച്ചറിയാനായിട്ട് ഈ കുഞ്ഞിനെ പ്രാപ്തയാക്കുന്ന വലിയൊരു പ്രക്രിയയാണ്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. എന്താണ് കർത്താവ് കൽപ്പിച്ച കാര്യങ്ങൾ? കർത്താവ് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. പ്രധാനമായിട്ടും സ്നേഹത്തിൻ്റെ കൽപ്പനയാണ്, ദ ഗോൾഡൻ റൂൾ, സുവർണ നിയമം. ആ സുവർണ നിയമം മറ്റൊന്നുമല്ല, എല്ലാറ്റിലും ഉപരിയായിട്ട് നിൻ്റെ ദൈവത്തെ സ്നേഹിക്കണം, അതുപോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണത്. അപ്പോൾ കർത്താവ് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ കാര്യത്തിൽ ഒതുക്കാവുന്നതാണ്. കർത്താവ് പറയുന്നത് ഓർക്കുക ഒരിക്കൽ കൂടി, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. അപ്പോൾ നമ്മൾ ഈ ജ്ഞാനസ്നാനം കൊടുക്കുമ്പോൾ എന്താണ് അവരെ പഠിപ്പിക്കേണ്ടത്? ഏതറിവിലാണ് സ്നാനം കൊടുക്കേണ്ടത്? അത് മറ്റൊന്നിലുമല്ല, എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക, എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവത്തിൽ ആശ്രയം വയ്ക്കാൻ പഠിപ്പിക്കുക. 14 സങ്കീർത്തനം പറയുന്നത് പോലെ, കർത്താവിൻ്റെ വലതുവശത്തുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൺമുമ്പിൽ കർത്താവിനെ കാണുന്നു, പിന്നെ എന്താ എനിക്ക് പേടിക്കാനുള്ളത്? ഈ കാര്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ഞാൻ കൽപ്പിച്ചവയെല്ലാം ചെയ്യാനായിട്ട് അവരെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം, കർത്താവ് തൻ്റെ മനോഭാവത്തിലൂടെയും തൻ്റെ വാക്കുകളിലൂടെയും തൻ്റെ പ്രവൃത്തിയിലൂടെയും എല്ലാം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് ദൈവമായിരുന്നു. പക്ഷേ ഒരു ദിവസത്തെ അധ്വാനത്തിന് ശേഷം
രാത്രിയാകുമ്പോൾ മലമുകളിലേക്ക് പിൻവാങ്ങി അവിടെ ഇരുന്ന് രഹസ്യത്തിൽ തൻ്റെ പിതാവുമായിട്ട് ഒരുമിച്ച് സംഭാഷണം നടത്തുന്ന യേശുവിനെ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന യേശു. എന്തിനു വേണ്ടിയിട്ടാണ് യേശു അത് ചെയ്തത്? നമുക്കൊരു മാതൃക തരാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ലോകത്തിലൂടെ നടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും, പക്ഷെ നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ടുപോകരുത്. അത് പരമപ്രധാനമാണ്. അവിടെയാണ് നമുക്ക് ഇതെല്ലാം ചെയ്യുവാനുള്ള ഊർജ്ജ സ്രോതസ്സായി ഉള്ളത്. അതുകൊണ്ട് ഈ ബന്ധം നമ്മൾ വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമുക്ക് തരുന്ന മാതൃകയാണത്. എല്ലാ ദിവസവും രാത്രിയാമങ്ങളിൽ കർത്താവ് തൻ്റെ പിതാവുമായിട്ട് സംഭാഷണം നടത്തുന്ന അവസ്ഥാവിശേഷം നമുക്ക് ഇപ്രകാരം ചെയ്യുവാനായിട്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടതല്ലേ? ജ്ഞാനസ്നാനം എന്ന് പറയുമ്പോൾ ഈ ജ്ഞാനത്തിലല്ലേ നമ്മൾ അറിവ് കൊടുക്കേണ്ടത്? മക്കളെ, നിങ്ങൾ എന്തെല്ലാം ഉണ്ടെങ്കിലും ദൈവത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. സർവശക്തനായ ദൈവം, നിങ്ങളെ സൃഷ്ടിച്ച ദൈവം, നിങ്ങളെ പരിപാലിക്കുന്ന ദൈവം. ഈ അറിവിലല്ലേ വാസ്തവത്തിൽ നമ്മൾ അവരെ സ്നാനപ്പെടുത്തേണ്ടത്? ഇതിനു വേണ്ടിയല്ലേ നമ്മൾ നിരന്തരമായിട്ട് പരിശ്രമിക്കേണ്ടത്? അപ്പോൾ ഈ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക, പിതാവുമായിട്ടുള്ള ബന്ധം നിരന്തരമായിട്ട് നിലനിർത്താനുള്ള ആ ഒരു ശ്രമം ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുക. മാത്രമല്ല, നമുക്ക് ഈ സമൂഹത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള ആ ഒരു കടമ, അതും കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. കുറേ പേര് ചോദിച്ചു, പറയുക, സീസറിന് നികുതി കൊടുക്കുന്നത് ഉചിതമാണോ അല്ലയോ? പറഞ്ഞു, സീസറിനുള്ളത് സീസറിന് കൊടുക്കണം, അല്ലാതെ നിവൃത്തിയൊന്നുമില്ല. അതുപോലെ തന്നെ പത്രോസിനോട് പറയുന്നു, പത്രോസ്, മക്കൾ നികുതി കൊടുക്കേണ്ട കാര്യമില്ല, പക്ഷേ നീ അതുകൊണ്ട് കൊടുക്കുക. കാരണം എന്താണ്? ഞാൻ വന്നിരിക്കുന്നത് നിയമത്തെ ഇല്ലായ്മ ചെയ്യാനല്ല, അതിനെ പൂർത്തീകരിക്കാനാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കർത്താവ് പഠിപ്പിച്ചതാണ്. ഈ കാര്യങ്ങൾ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചേ മതിയാകും. അങ്ങനെ നമ്മൾ അവരെ സ്നാനപ്പെടുത്തണം. ഈ അറിവിൽ നമ്മൾ അവരെ സ്നാനപ്പെടുത്തണം. ആ അറിവാണ് യഥാർത്ഥത്തിൽ നിത്യജീവനെന്ന് കർത്താവ് പറഞ്ഞു തരികയാണ്. കർത്താവിൻ്റെ വചനങ്ങൾ, പ്രവൃത്തികളും മാതൃകകളും അതുപോലെ മനോഭാവങ്ങളെല്ലാം നമുക്കറിയാം ഉണ്ട്. വചനങ്ങൾ, ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നു, കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണമേ പ്രാർത്ഥിക്കാൻ. കർത്താവ് പറയുന്നത് പഠിപ്പിക്കാം. എന്നിട്ട് പഠിപ്പിക്കുകയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അതുവരെയും പഠിപ്പിച്ചിരുന്നത് പോലെ അല്ല അന്ന് പഠിപ്പിക്കുന്നത്. സ്വർഗത്തിലിരിക്കുന്ന ഞങ്ങളുടെ എല്ലാം പിതാവേ. എൻ്റെ പിതാവല്ല, നമ്മുടെ പിതാവാണ്. നമ്മളെല്ലാം സഹോദരങ്ങളാണ്. പ്രിയമുള്ളവരെ, ഈ സ്നാനമാണ്, ഈ ജ്ഞാനത്തിലുള്ള സ്നാനമാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത്. ഈ ലോകത്തിലുള്ളവരെല്ലാം എൻ്റെ സഹോദരങ്ങളാണ്. അവിടെ ഞാൻ മതവും ജാതിയും ഒന്നും നോക്കേണ്ട കാര്യമില്ല. എല്ലാവരെയും തുല്യമായിട്ട് സ്നേഹിക്കാൻ കഴിയുക, ഇതാണ് കർത്താവ് പഠിപ്പിച്ചത്, വേറൊന്നുമല്ല. നമുക്ക് ആരെയും ഭത്സിക്കാനും ദ്വേഷിക്കാനൊന്നും അവകാശമില്ല. നമ്മളിപ്രകാരം എല്ലാവരെയും സഹോദരങ്ങളായിട്ട് കാണാൻ, എല്ലാവരുടെയും പിതാവായിട്ട് ദൈവത്തെ കാണാൻ കഴിയുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എന്നിട്ട് എന്താ പറയുന്നത്? അങ്ങയുടെ നാമം അത് പവിത്രമാക്കപ്പെടണം. പിതാവിൻ്റെ നാമം എന്ന് പറയുന്നത് പിതാവ് തന്നെയാണ്. യഹൂദൻ്റെ ഭാഷയിൽ നാമം ആ വ്യക്തി തന്നെയാണ്. അപ്പോൾ എന്താണ് അവിടെ ആ വ്യക്തി പൂജിതമാകണമെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? മറ്റൊന്നുമല്ല, നിൻ്റെ വചനങ്ങളും നിൻ്റെ ഇഷ്ടവുമൊക്കെയാണ് ഇവിടെ നടപ്പാകേണ്ടത്. നീ പറയുന്നത് ഇവിടെ നടപ്പാകണം. അത് നടപ്പാകണമേ എന്ന് നമ്മൾ ഓരോ ദിവസവും ആഗ്രഹിക്കുകയും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണമേ. ഇതുതന്നെയാണ് കർത്താവിൻ്റെ രാജ്യം. സ്നേഹത്തിൻ്റെ രാജ്യമാണ്. ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും പങ്കുവയ്ക്കാനും ഒക്കെ പറ്റുന്ന ഒരു രാജ്യം. അങ്ങനെ പറ്റുന്ന പൗരന്മാരുള്ള രാജ്യം, അതാണ് കർത്താവിൻ്റെ രാജ്യം. അങ്ങയുടെ രാജ്യം വരണമേ. നമ്മൾ ദിനത്തിനും പ്രാർത്ഥിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ സ്നാനപ്പെടുത്തുന്നവർക്ക് ഈ അറിവാണ് കൊടുക്കേണ്ടത്. ദൈവത്തിൻ്റെ രാജ്യം, സ്നേഹത്തിൻ്റെ രാജ്യം, ആ പരസ്പരം പങ്കുവയ്ക്കുന്ന രാജ്യം ഇവിടെ ഉണ്ടാകണം. ഈ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ? നമ്മൾക്കൊരുപാട് സ്വത്തുണ്ടാകാം, സമയമുണ്ടാകാം, കഴിവുകളുണ്ടാകാം. അതെല്ലാം നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് തയ്യാറാവുക.
തെറ്റുകളെ ക്ഷമിക്കാൻ തയ്യാറാവുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അങ്ങയുടെ തിരുമനസ്സാണ് ഇവിടെ നടപ്പാവേണ്ടത്, എൻ്റെ മനസ്സല്ല. ഇന്നിപ്പോൾ നമുക്കറിയാം, നമ്മുടെ മക്കളൊക്കെ എങ്ങനെയാണ് പറയുക, അവരിഷ്ടപ്പെടുന്നത്, അവർക്ക് വേണമെന്ന് തോന്നുന്നത് അതാണ് വീട്ടിൽ നടപ്പാകുക. അതല്ല മക്കളെ, അങ്ങനെയല്ല നടപ്പാവേണ്ടത്. നമ്മുടെ പിതാവിൻ്റെ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നമ്മുടെ കുടുംബത്തിൽ നടപ്പാകണം. ഈ കാര്യമല്ലേ നമ്മൾ ഈ സ്നാനത്തിലൂടെ കൊടുക്കേണ്ടത്? ഈ ജ്ഞാനത്തിലല്ലേ നമ്മളവരെ സ്നാനപ്പെടുത്തേണ്ടത്? അത് ചെയ്യുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾ അവധാനപൂർവ്വം ചിന്തിച്ചു നോക്കുക. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഈ ഭൂമിയിൽ പിതാവായ ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറുകയാണെങ്കിൽ ഇത് സ്വർഗമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് മാർപ്പാപ്പ ജീസസ് ഓഫ് നാസറത്ത്, നസറത്തിലെ യേശു എന്ന് പറയുന്ന തൻ്റെ ആ ഗ്രന്ഥത്തിൽ പറയും, ഇവിടെ ഈ സ്വർഗത്തിൻ്റെ അനുഭവം അത് കേവലം മരണശേഷം മാത്രം കാത്തിരിക്കേണ്ട ഒന്നല്ല, അത് നമ്മൾ ഈ ലോകത്തിൽ തന്നെ അനുഭവിക്കേണ്ടതാണ്. പിന്നീട് നമുക്കതിൻ്റെ പൂർണ്ണതയൊക്കെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ജ്ഞാനം ഇതാണ്. ഈ ജ്ഞാനത്തിലാണ് അവരെ സ്നാനപ്പെടുത്തേണ്ടത്. അതായത് ഈ സ്വർഗത്തിൻ്റെ അനുഭവം നമുക്ക് ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകും. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ആ അനുഭവം ഉണ്ടാകും. അതിലേക്കാണ് നമ്മളവരെ സ്നാനപ്പെടുത്തേണ്ടത്. അപ്പോൾ കർത്താവ് പറയുന്നത് എന്താണ്? ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. ആ ശിഷ്യപ്പെടുത്താനുള്ള മാർഗങ്ങളായി നമ്മൾ രൂപാന്തരപ്പെടണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകണം. ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആരാണെന്നും അവരുടെ പ്രകൃതി എന്താണെന്ന് നമ്മൾ ഇവരെ മനസ്സിലാക്കി കൊടുത്ത് ആ അറിവിലാണ് അവരെ സ്നാനപ്പെടുത്തേണ്ടത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യും. നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് ഒരു മാതൃകയായിട്ടെടുത്തേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്നാനത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, പലപ്പോഴും ഇതേ സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങളും അതുപോലെ ആശയപ്പൊരുത്തമില്ല ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കർത്താവ് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ സ്വർഗത്തിൻ്റെ അനുഭവം നമ്മൾക്ക് ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകാനുള്ള മാർഗമുണ്ട് എന്ന അറിവിൽ അവരെ സ്നാനപ്പെടുത്തി കഴിയുമ്പോൾ നമ്മുടെ വളർന്നു വരുന്ന തലമുറ ശരിയായ പാതയിലൂടെ നടന്നുകൊള്ളുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല. ആ ബോധ്യത്തിലേക്ക് നയിക്കാൻ നമ്മുടെ മാതൃക അവർക്ക് ഉപയുക്തമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നീ ഞങ്ങളിൽ അർപ്പിച്ച ആ വിശ്വാസത്തെ ഓർത്ത്, നിൻ്റെ ആ വലിയ ദൗത്യം തുടരുവാനായിട്ട് നീ ഞങ്ങളെ ഏൽപ്പിച്ചതിനെ ഓർത്ത്, നിൻ്റെ ശിഷ്യരാക്കി എല്ലാവരെയും മാറ്റുവാനായിട്ട് ഉള്ള മാർഗങ്ങളായി തീരുവാൻ നീ ഞങ്ങളെ പ്രാപ്തരാക്കിയല്ലോ. അതുപോലെ തന്നെ നീയാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ രക്ഷ എന്നുള്ള ആ അറിവിൽ അവരെ സ്നാനപ്പെടുത്തുവാനുള്ള ദൗത്യം അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. നീ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും അവരെയും പഠിപ്പിക്കാൻ ഞങ്ങളെ ഉത്തരവാദിത്തപ്പെടുത്തിയല്ലോ. കർത്താവേ, ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും മനോഭാവങ്ങളുമെല്ലാം നിൻ്റെ ഇഷ്ടം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള മാധ്യമങ്ങളായി തീരട്ടെ. ആമേൻ.